ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ റെഡിയാവുക. അപ്പോഴത്തേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു. ഇത് എവിടെ പോകാമെന്ന് ചോദിച്ചു. ഞാൻ അത്യാവശ്യമായിട്ട് പുറത്ത് വരുന്നു, പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പുറത്തേക്കോ? അതെവിടേക്ക്? പുറത്തേക്ക് പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അത് കേട്ടപ്പം പിന്നെന്താ പെട്ടെന്നൊരു പോക്കെന്നും ചോദിക്കാം. എടോ, നമ്മുടെ കുടുംബക്കാവ് വരെ എനിക്കൊന്ന് പോകണം. അയ്യോ, അങ്ങനെയായിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നിരുന്നേനോ. കുറേ ആയില്ലേ അങ്ങോട്ടൊക്കെ പോട്ടെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ തനിക്ക് വരാനേ സമയമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു മുത്തശ്ശൻ. എനിക്ക് ഡ്രസ്സൊന്നും മാറേണ്ട താമസം, കുളിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തനിക്ക് പാകം വയ്യാതിരിക്കുക, പിന്നെ തൽക്കാലം താൻ വരുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ എന്നെ ഒഴിവാക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പം ഞാൻ ഒഴിവാക്കിയതൊന്നുമല്ല, പെട്ടെന്ന് തന്നെ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, അവിടെ എന്തെങ്കിലും വിശേഷ പൂജകൾ വല്ലതും നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അങ്ങനെ പൂജയൊന്നുമില്ല, 1-ാം തീയതി മാത്രമല്ലേ തിരുമേനി അവിടെ വരത്തുള്ളൂ. പിന്നെ ആയില്യത്തിൻ്റെ അന്ന് സർപ്പപ്പാട്ടുകാരും വരും. മൂലക്ഷേത്രം മാറ്റി പ്രതീക്ഷിച്ചതോടെ കാവിൽ ആളില്ലാതായില്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുക. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടുന്ന് പോകുന്നു. മുത്തശ്ശൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നയനെ പോകാനായിട്ട് റെഡിയായിട്ട് ഒരുങ്ങി ഇറങ്ങി വരുന്നു. ആദർശ് കൊണ്ടുവന്നാക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പറയണേ നയനെ, എൻ്റെ വീട്ടിലുള്ളവരുടെ വായിൽ നിന്ന് എന്നെ വഴക്ക് കേൾപ്പിക്കരുത് കേട്ടോ എന്ന് ആദർശ് പറയാം. നേരത്തെ അങ്ങനെ സംഭവിച്ചു പോയത് ആദർശേട്ടാ എന്ന് നയനെ പറയുമ്പം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ആദ്യം നീ എന്നെയല്ലേ വിളിച്ച് പറയേണ്ടത്, അതിന് പകരം എന്തിനാ ചുമ്മാ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറയാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പം മുത്തശ്ശി ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതല്ലായിരുന്നു എന്ന് ചോദിച്ചു. ഇനി വെറുതെ ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ, അവിടെയുള്ളവരെല്ലാം നിൻ്റെ കാര്യത്തിൽ ആകാംക്ഷയോടെ ഇരിക്കുന്നവരാ, അവരെ വേദനിപ്പിക്കുന്ന രീതിയിലും ഭയപ്പെടുത്തുന്ന രീതിയിലും നീ ഒന്നും സംസാരിക്കാൻ പോകരുത് എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എലിസബത്ത് ആൻറ്റി ഉണ്ട്, അതുപോലെ തന്നെ ദാമേട്ടനുണ്ട്, പിന്നെ നീ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ഓടെ എത്തും, പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിച്ച് അങ്ങനെയുള്ളപ്പോൾ എന്തിനാ നീ അവരോട് ഇതൊക്കെ വിളിച്ചു പറയുന്നതെന്ന് ചോദിച്ചു ആദർശേട്ടൻ. അല്ല, ആദർശേട്ടൻ വരാൻ വൈകുമോ എന്ന് ചോദിച്ചു. എന്താ നേരത്തെ വരണമെങ്കിൽ വരാം എന്ന് ആദർശ്. അയ്യോ, അതൊന്നും വേണ്ടെന്നേ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. അല്ല, നീ എപ്പോഴാണ് നമ്മുടെ കുടുംബക്കാവിലേക്ക് പോകുന്നത്? അപ്പോൾ ഉടനെ പോകുമെന്ന് പറഞ്ഞു. പോകുമ്പോഴേ ആൻറ്റിയും കൂടി കൂട്ടിയിട്ട് വേണം കേട്ടോ പോകാൻ. ഉടനെ പോകും, അത്രേ ഞാൻ ചെയ്യുള്ളൂ. പിന്നെ ചേച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആദർശ് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും എലിസബത്ത് ചേച്ചി റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വന്നിങ്ങനെ നിൽക്കുക. അപ്പം എന്തിനാ മോളെ കാവിലോട്ട് പോകുന്നത് എന്ന് എലിസബത്ത് ചേച്ചി ചോദിക്കുമ്പം സാധാരണ കാവിൽ പോകുന്നത് എന്തിനാ, തൊഴാനല്ലേ എന്ന് ചോദിച്ചു. അല്ല, അത് സാധാരണ കുടുംബക്ഷേത്രത്തിലേക്കല്ലേ പോവാറ്, കാവിലോട്ട് ഒരുപാട് ദൂരം ഇല്ലേന്ന് ചോദിച്ചു. അന്നേരം എൻ്റെ ചേച്ചി, അവിടെയാണ് കുടുംബക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം, അവിടെ പോയിട്ടേ കുറേ ആയി എന്ന് നയന ഇങ്ങനെ പറയുക. പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് അവിടെ ചെല്ലുമ്പോൾ ചേച്ചിക്ക് മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് ചേച്ചി. അതിനുശേഷം ഇത്തരം ചോദ്യങ്ങളൊന്നും പിന്നെ ചേച്ചി എന്നോട് ചോദിക്കില്ല എന്നും പറഞ്ഞു. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞുകൂടെ മോളെ എന്ന് ചേച്ചി ചോദിക്കുമ്പോൾ നേരത്തെ പറയേണ്ട കാര്യമൊന്നുമില്ല, അവിടെ ചെല്ലുമ്പോൾ ചിലതൊക്കെ നമ്മളെ കാത്തിരിപ്പുണ്ടെന്ന് നയന ചേച്ചിയോട് പറയുക. ചേച്ചി ഇങ്ങനെ നോക്കുക കേട്ടോ. അല്ല, മോളുടെ ചേച്ചിയാണോ മോളെ എന്ന് ചോദിക്കുമ്പോൾ നയനൊന്ന് ചിരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകണ്ട മോളെ, അവരെ ഈ വീട്ടിനകത്ത് കയറ്റിയിരുത്തുന്നതാണ് ആദർശേട്ടൻ്റെ അല്ലെങ്കിൽ ആദർശ് സാറിൻ്റെ ഓർഡർ എന്ന് കേട്ടോ. ചേച്ചിയല്ല തൽക്കാലം എന്നെ കാത്തു നിൽക്കുന്നത്. പിന്നെ ആരാണെന്ന് ചോദിച്ചു ആ ചേച്ചി. അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ അറിയാമെന്ന് പറഞ്ഞില്ലേ ചേച്ചി, അതുകൊണ്ട് ഇനി ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട, നമുക്ക് പോവാട്ടോ എന്ന് നയന പറഞ്ഞു. അല്ല മോളെ, എന്നെ വെറുതെ വഴക്ക് കേൾപ്പിക്കരുതേ എന്ന് പറഞ്ഞപ്പം ചേച്ചിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാമെന്ന് പറഞ്ഞ് നയന വലിയതായിട്ടൊക്കെ ഇറങ്ങും. അയ്യോ വേണ്ട, അതൊന്നും വേണ്ട, ഞാനും വരാമെന്നും പറഞ്ഞിങ്ങനെ എലിസബത്ത് ചേച്ചിയും കൂടെ ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോഴാണ് നയനയും അതുപോലെ എലിസബത്ത് ചേച്ചിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഈ ചേച്ചി വന്ന് മുത്തശ്ശനെ കണ്ടു. അയ്യോ, മൂർത്തി സാറാണല്ലോ മോളെ നിൽക്കുന്നതെന്ന് പറയുമ്പം അതെ മൂർത്തി സാറാ, ചേച്ചിയുടെ മൂർത്തി സാറ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് നയന ആ ചേച്ചിയോട് പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ആ ചേച്ചി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. ചേച്ചി വാ എന്നും പറഞ്ഞ് നയനെ വിളിച്ചുകൊണ്ട് പോണു. മുത്തശ്ശ എന്നും പറഞ്ഞ് നയനെ ഇന്ന് നിൽക്കുമ്പോൾ മുത്തശ്ശൻ തിരിഞ്ഞു നോക്കി ഒരു പുഞ്ചിരിയോടെ. അപ്പോൾ പരദേവതയെ വണങ്ങിയിട്ട് വാ മോളെ എന്ന് മുത്തശ്ശൻ നയനയോട് പറഞ്ഞു. ശരി മോളെ എന്ന് പറഞ്ഞു. പോയിട്ട് വരാൻ പറയുമ്പോൾ ശരി മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് നയനമോള് തൊഴാനായിട്ട് അങ്ങ് പോയി. അപ്പോൾ എലിസബത്ത് ചേച്ചി ചോദിച്ചു, എന്താ സാറേ ഇതൊക്കെയെന്ന്. മോളെൻ്റെ കൊച്ചുമോനേക്കാളും ബുദ്ധിയുള്ളവളാണ്, അതുകൊണ്ട് ആൾക്കാരിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അവൾക്ക് കഴിയും എന്ന് മുത്തശ്ശൻ പറഞ്ഞേ.
അപ്പോൾ ആദർശിൻ്റെ മുത്തശ്ശിക്ക് കള്ളം പറയാനാവില്ല, അയാൾ അതിട്ട് ശീലിച്ചിട്ടുമില്ല. എന്നിട്ടും എനിക്ക് വേണ്ടി ചിലതൊക്കെ അയാൾ മൂടി വെച്ചു, ചെറിയ ചെറിയ കള്ളങ്ങളും പറഞ്ഞു. പക്ഷേ അത് പെട്ടെന്ന് തന്നെ പിടിക്കപ്പെട്ടു എന്ന കാര്യങ്ങൾ ഇങ്ങനെ മുത്തശ്ശൻ ഈ ചേച്ചിയോട് പറയും കേട്ടോ. അപ്പം നയന പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, എലിസബത്ത് അങ്ങോട്ട് നിൽക്കാനായിട്ട് മുത്തശ്ശൻ ആ ചേച്ചിയോട് പറഞ്ഞു. അപ്പോൾ ശരി സാറേ എന്നും പറഞ്ഞാൽ ചേച്ചി അങ്ങോട്ടേക്ക് പോയിട്ടോ. അന്ന് ഹോസ്പിറ്റലിൽ മോള് കിടന്നപ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചതാ, പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു എന്ന് മുത്തശ്ശൻ പറയുന്നു. അന്ന് എൻ്റെ 3-ാം മാസ ചടങ്ങിന് വന്നപ്പോൾ മുത്തശ്ശി അതിന് വീഡിയോസ് പകർത്തിയത് മുത്തശ്ശിന് വേണ്ടിയിട്ടല്ലേ എന്ന് നയന ചോദിക്കുവാണേ. ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്തതും മുത്തശ്ശൻ തന്നെയല്ലേ എന്നും നയന ചോദിക്കുമ്പം അതേന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് കേട്ടപ്പം അന്ന് സംശയമായിരുന്നു. ആ സംശയത്തിൻ്റെ പിന്നാലെ പോയപ്പോഴാണ് മുത്തശ്ശന് വേണ്ടിയിട്ടാണ് മുത്തശ്ശി ശീലമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലായതെന്ന് പറയാണ് നയന. പിന്നെ ശരിക്കും ആദർശേട്ടനോട് മുത്തശ്ശന് ദേഷ്യമുണ്ടോയെന്ന് ചോദിക്കുമ്പം വീട്ടിനകത്തൊരു ക്രിമിനലുണ്ട്, ഞാനും വസുന്ധരയും എടുത്തു വളർത്തിയ ജലജ. അവളുടെ മകൻ അതിനേക്കാളും വലിയ ഫ്രോഡായിട്ടാണ് വളർന്നത്. എന്നിട്ട് അവനെപ്പോലും ഞാൻ എൻ്റെ തറവാട്ടിൽ നിന്ന് മാറ്റി പുറത്താക്കിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ എല്ലാ നന്മകളുമുള്ള സത്യത്തിനൊപ്പം നിൽക്കുന്ന കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ആദർശമോനെ എനിക്ക് വെറുക്കാൻ പറ്റുമോ മോളെ എന്ന് മുത്തശ്ശൻ നയനയോട് ചോദിച്ചേ. അവൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണെന്നും പറഞ്ഞു. അവൻ മാത്രമല്ല, മോളും. അതുകൊണ്ടാണ് നിങ്ങൾ വീട് വിട്ട് പോയപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയതെന്ന കാര്യവും മുത്തശ്ശൻ പറയുക. അതേ മോളെ, അതിനുശേഷം അപ്പോൾ ഭയങ്കര ഒരു വിള്ളലുണ്ടായി. എങ്കിലും ഒന്നും പുറത്ത് കാണിക്കാതെ പിടിച്ചു നിന്നത് അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറയുകയാണ് നമ്മുടെ മുത്തശ്ശൻ. അതിലുപരി മൂർത്തീസ് ജ്വല്ലറിയുടെ ഉയർച്ചയ്ക്കും കൂടി വേണ്ടിയിട്ടാണെന്ന കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നത്. ചിലപ്പോഴെങ്കിലും മോൾ വിചാരിച്ചിട്ടുണ്ടാവും മക്കളെക്കാളും കൊച്ചുമക്കളെക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ സ്വന്തം ബിസിനസ് മാത്രമാണെന്നും ബിസിനസ് നമ്മുടെ ജീവിത ഉപാധിയാണെന്നും കാരണവന്മാരായിട്ട് അത് നമുക്ക് കൈമാറി തന്ന ഒന്നാണ്. എന്നാൽ കുടുംബത്തിനപ്പുറമല്ല എനിക്ക് മറ്റൊന്നും എന്നും മുത്തശ്ശൻ നയനയോട് പറഞ്ഞു. പക്ഷേ മുംബൈയിൽ നിന്നും പരാജിതനായ ആദർശം മടങ്ങി വന്നപ്പോൾ അവൻ നയിക്കുന്ന കമ്പനി താഴേക്ക് പോയപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല മോളെ എന്നും മുത്തശ്ശൻ പറയാം. ഒരിടത്തും കൊച്ചുമോൻ പരാജയപ്പെട്ടു പോകരുതെന്ന് അമിതമായി ആഗ്രഹിച്ച അവൻ്റെ മുത്തശ്ശൻ്റെ മുഖത്തേറ്റ ഒരടിയായിരുന്നു അതൊക്കെ. അപ്പോൾ ആ ഒരു വലിയ രഹസ്യവും മുത്തശ്ശൻ നയനയോട് പറയുന്നു. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, ആദർശനെ MD സ്ഥാനത്ത് നിന്ന് നീക്കും. അത് അവന് കൊടുത്ത ശിക്ഷയായിരുന്നില്ല, മറിച്ച് അവനും നമുക്കും ഒരു ശത്രു ഉണ്ടെന്നുള്ളൊരു തോന്നലിൽ നിന്നൊരു ഉടലെടുത്ത ചിന്ത മാത്രമാണതെന്നുള്ള കാര്യവും മുത്തശ്ശൻ നയനയോട് പറഞ്ഞു. അവൻ കമ്പനിക്ക് പുറത്തു നിന്ന് കമ്പനിയുടെ ശത്രുവിനെ കണ്ടെത്തണം, അവനെ തകർക്കണം. അതുമാത്രമല്ല, മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് മടങ്ങി വരുന്ന ആദർശ് പിന്നീട് ഒരിക്കലും പരാജയപ്പെട്ടു പോകാനും പാടില്ല. മൂത്ത കൊച്ചുമോൻ്റെ വിജയം മാത്രം സ്വപ്നം കാണുന്ന അനന്തമൂർത്തി മുത്തശ്ശന് ആ ഒരു സമയത്ത് അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ കഴിയുമായിരുന്നുള്ളൂ മോളെ എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പം ഇപ്പം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് നയന മുത്തശ്ശനോട് പറയും. അങ്ങനെ മനസ്സിലായ കാര്യങ്ങൾ ഒരു കാരണവശാലും ആദർശമായി പങ്കുവയ്ക്കരുതെന്ന് മുത്തശ്ശൻ പറയുക. പിന്നെ എനിക്കറിയാം ആദർശിൽ നിന്നും എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നത് മോളെ സംബന്ധിച്ചിടത്തോളം കഴിയാത്തൊരു കാര്യമാണ് എന്ന്. പക്ഷേ ഇത് അവൻ്റെ നന്മയ്ക്ക് വേണ്ടിക്കും അതുപോലെ നമ്മുടെ കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടിക്കും ഒക്കെ നമ്മളിത് ചെയ്തേ പറ്റുള്ളൂ മോളെ എന്നും അത് മോള് കേൾക്കണമെന്നും പറയുവാണ്. അവനിപ്പോൾ ഒരു സ്പിരിറ്റ് ഉണ്ട്, അത് കെട്ടുപോകാൻ പാടില്ല എന്ന കാര്യവും പറയുന്നു. ആദർശ് പരാജയപ്പെടുന്നത് ഞാൻ മരിക്കുന്നത് പോലെയാണ് മോളെ എന്നും മുത്തശ്ശൻ ഇങ്ങനെ നയനയോട് പറയുകയും ചെയ്തു. അതെൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ആഘാതം ഉണ്ടല്ലോ, അത് പറഞ്ഞാലേ മോൾക്ക് മനസ്സിലാവത്തില്ല എന്നും മുത്തശ്ശൻ നയനയോട് പറയുകയും ചെയ്തു. എൻ്റെ ഈ വാശി അതിരുവിട്ട് പോയി എന്നുള്ളൊരു സന്ദർഭങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. മോള് ലോക്കപ്പിൽ കിടന്നപ്പോൾ അത് വലിയ ഷോക്കായി പോയായിരുന്നു മുത്തശ്ശന്. പക്ഷേ അവിടെയും ഞാൻ പിടിച്ചു നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പം അത് നന്നായെന്നേ ഞാൻ പറയത്തുള്ളൂ മുത്തശ്ശ എന്ന് നയന പറയണു. ഇനി ഒരു കാരണവശാലും ആദർശേട്ടനോട് ഞാനിതൊന്നും പറയില്ല മുത്തശ്ശ. ആദർശേട്ടൻ തീവ്ര ശ്രമത്തിലാണ്, യഥാർത്ഥ ശത്രുവിനെ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലൂടെയാണെന്നൊക്കെ പറയുമ്പം ഞാനും അതിന് ശ്രമിക്കുന്നുണ്ട്. AN ജ്വല്ലറിയുടെ യഥാർത്ഥ MD ഡേവിഡ് അല്ല, അവന് മുകളിലും മറ്റൊരാളുണ്ടെന്ന് പറയുമ്പോൾ അവനെയാണ് ആദർശേട്ടൻ തേടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെ അയാളെ കണ്ടെത്താനൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നയന. അവൻ കണ്ടെത്തും മോളെ, അവനെ കൈയോടെ ആദർശ് പിടികൂടുകയും ചെയ്യുമെന്ന് മുത്തശ്ശൻ. അത് നമ്മുടെ കമ്പനിയായിട്ടോ കുടുംബമായിട്ടോ ബന്ധമുള്ള ആരോ ആയിരിക്കുമെന്ന് ഇടയ്ക്ക് ആദർശേട്ടൻ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പം ആയിരിക്കും. അങ്ങനെ ആർക്കാണോ നമ്മുടെ കമ്പനിയായിട്ട് ഇത്ര വിരോധമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ടെന്ന കാര്യവും മുത്തശ്ശൻ പറയാം. പിന്നെ ആരുടെയും മുഖം അതങ്ങോട്ട് മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നില്ല. തെറ്റ് ചെയ്ത പലരെയും ശിക്ഷിച്ചിട്ടുണ്ട്, ചിലരെ തല്ലുകൊടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു. ശിക്ഷിക്കുന്നവർ പെട്ടെന്ന് ആ സംഭവം മറന്നെന്നിരിക്കും, എന്നാൽ ശിക്ഷ കിട്ടിയവർക്ക് മരണം വരെ അത് മറക്കാനും ആവില്ല എന്നും മുത്തശ്ശൻ പറയണു.
അങ്ങനെ ആരോ ആണ് നമ്മുടെ എതിരാളികളെന്ന കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞ് സാരമില്ല, അതിനുള്ള ഉത്തരം ആദർശ് തന്നെ തരും നമുക്ക്. ഇപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട് മുത്തശ്ശ എന്ന് നയന പറഞ്ഞു. മുത്തശ്ശനിങ്ങനെ നയനെ ചേർത്ത് പിടിച്ച്, മോളും ആദർശമില്ലാത്തൊരു ജീവിതത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല മോളെ. അനന്തപുരി തറവാടിപ്പോൾ കോലം കെട്ടതുപോലെയാണ്. എന്നാലും ആദർശം മോളും ഉടനെ അവിടെ തിരിച്ചെത്തും. പഴയതുപോലെ തറവാട് മൊത്തത്തിൽ കോലം വരയ്ക്കുമെന്നും അത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണെന്നും മുത്തശ്ശൻ പറയുന്നു. അതുണ്ടാക്കുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്ന് പറയുമ്പോഴത്തേക്കും നയന മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ. മുത്തശ്ശ എന്ന് പറഞ്ഞ് വിളിച്ച്, ഞാൻ പറഞ്ഞത് ഓർമ്മയിൽ തന്നെ വെച്ചേക്കണം. ആദർശിൻ്റെ മനസ്സിനെ മോളും കൂടി ചൂട് പിടിപ്പിക്കണമെന്ന് മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ അതിൻ്റെ ആ ഒരു കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല എന്നും പറഞ്ഞു. ശരി മുത്തശ്ശ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചു. അതിനുശേഷം എലിസബത്തിൻ്റെ മുന്നിൽ വന്ന്, എലിസബത്തെ, ഞാൻ മോളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നും മോളെ എലിസബത്തിനെയും ദാമുവിനെയൊക്കെ വെച്ചത് ഞാൻ തന്നെയാണെന്നും മുത്തശ്ശൻ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായെന്നും എന്നാലും കുറേ ആയിട്ട് ഞങ്ങൾ മുത്തശ്ശൻ ചുറ്റിച്ച് കളഞ്ഞു കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നയന. അപ്പോൾ സാറിന് കുടുംബം കഴിഞ്ഞിട്ടേ ഉള്ളൂ മോളെ, എന്തു അങ്ങനെ സാറ് കണ്ടിട്ടുള്ളൂ എന്നും പ്രത്യേകിച്ച് മൂത്ത കൊച്ചുമോന് സാറിന് ഭയങ്കര ജീവനാണെന്ന് എലിസബത്ത് ആൻറ്റി പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് സാറ് വിളിക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട്. 1-2 തവണ മോൾക്ക് അവശതയാണെന്ന് പറഞ്ഞപ്പോഴേ എന്നെ വിളിച്ചിനി പറയാനൊന്നുമില്ല എന്ന് എലിസബത്ത് ചേച്ചി ഇങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് നയന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ മുത്തശ്ശിയെ നമ്മുടെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വിടുന്നതൊക്കെ സാറാണെന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും എലിസബത്തും പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ മോള് പോയിക്കോ, ആദർശമില്ലാത്തപ്പോൾ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി മുത്തശ്ശ എന്നും പറഞ്ഞു. അങ്ങനെ കൊച്ചുമകളെ പറഞ്ഞു വിട്ട് നമ്മുടെ മുത്തശ്ശൻ അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശ് അയാളുടെ അടുത്ത്, അതായത് കൂട്ടുകാരൻ്റെ അടുത്ത് പോയിരിക്കും. അപ്പോൾ മാളവികയുണ്ട്. അപ്പോൾ സാർ ഇതാണ് ആ പിക്ചർ എന്ന് പറഞ്ഞ പിക്ചർ നമ്മുടെ ആദർശനെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ കൃത്യമായിട്ട് ആ ഫോട്ടോ അദ്ദേഹം വരയ്ക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ പല പോസിലൊക്കെയുള്ള അയാളുടെ ഫോട്ടോസ് നമ്മുടെ കൂട്ടുകാരൻ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. ഇപ്പോൾ ആദർശ് ഇങ്ങനെ ആലോചിക്കും ഇതാരാണെന്ന്. അപ്പോൾ ഇത്രയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ആ സമയം സാറിന് ഇയാളെ പരിചയമുണ്ടോ എന്ന് മാളവിക ചോദിക്കുവാണ്. അങ്ങനെ നാഗേന്ദ്രനെ പൊക്കി ആദർശിൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ എവിടെയോ കണ്ടു മറന്നതുപോലെ, പക്ഷേ എവിടെ വെച്ചിട്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന കാര്യം പറയുമ്പം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി 1-2 കൂടി ഞാൻ വരച്ചെടുക്കാം, പല പല മുഖങ്ങൾ വയ്ക്കുമ്പോൾ അതിലൊന്ന് കറക്റ്റായിട്ട് വരും എന്നും അദ്ദേഹം നമ്മുടെ ആദർശിനോട് പറയുക. ഇയാളാണ് കിങ് കോബ്ര അല്ലേ എന്ന് നമ്മുടെ മാളവിക ചോദിക്കുക. അപ്പോൾ അതെ, ഇയാൾ തന്നെയാണെന്ന് ആദർശം പറഞ്ഞു. എന്തായാലും ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇയാൾക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്ന കാര്യം പറയുമ്പം ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് ഇയാൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇയാളാണ് AN ജ്വല്ലറിയുടെ യഥാർത്ഥ മുതലാളി എന്ന് നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ആദർശ്. നമ്മൾ വിജയിക്കുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങി സാറെന്ന് മാളവിക പറയുക. അതുകൊണ്ടാണ് മൂർത്തീസ് ജ്വല്ലറിക്ക് വലിയൊരു വിജയം ഉണ്ടായതെന്ന കാര്യവും പറയണം. നീതിയും നീതികേടും തമ്മിൽ യുദ്ധത്തിൻ്റെ അന്തിമ വിജയം നീതിക്കായിരിക്കും. എങ്കിലും നീതികേട് കാണിക്കുന്നവർക്ക് എന്തും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഈ കൂട്ടുകാരൻ ആദർശിന് പറഞ്ഞു കൊടുക്കുക. ഒന്നാമത് ആ ഡീല് നഷ്ടപ്പെട്ടതുകൊണ്ട് അവർ കൂടുതൽ അപകടകാരികളാകാനുള്ള സാധ്യതകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. മുംബൈയിൽ വെച്ച് എന്നെ ചതിച്ചതാ, ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ഗുണമായിട്ട് വന്നതെന്ന് ആദർശ് പറയുന്നു. ആ ഒരു അനുഭവം വെച്ചിട്ടാണ് ഈ ഒരു ഡീലിൽ നമ്മൾ പങ്കെടുക്കില്ല എന്നുള്ളൊരു ധാരണ പോലും നമ്മൾ പരത്തിയത്. അതുകൊണ്ടാണ് എനിക്ക് അവർ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നത്. അതുകൊണ്ട് സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടത്താനും അവിടെ എത്താനും പറ്റി. ആ ഡീല് നമുക്ക് സ്വന്തമാക്കാനും പറ്റി. അതിനുശേഷം വലിയ കുതിച്ചുചാട്ടമാണല്ലോ നടന്നത്. എങ്കിലും അതൊന്നും പോര സേവിയറെ. അതുപോലെയാണ് ഇടയ്ക്ക് നമ്മൾ വീണു പോയതെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക ആദർശ് ഇവർക്ക്. അടുത്ത ഓണത്തിന് മുൻപ് പഴയ പ്രതാപത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അതിനു വേണ്ടിയിട്ടുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഞങ്ങളെന്നുള്ള കാര്യവും പറഞ്ഞു. അത് നടക്കും സേവിയറെ, നടത്തണം. അപ്പോഴേ നീ ഈ ചിത്രം ഒന്നുകൂടി ഒന്ന് മാറ്റി വരയ്ക്കുക. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ആളെ പിടികിട്ടാൻ സാധ്യതയുണ്ടെന്ന് ആദർശ് പറയുന്നു. മാളവിക നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നയന ഇങ്ങനെ വന്നിരുന്ന ആലോചനയും ചിരിയും സന്തോഷവും ഒക്കെ ആയിട്ട് ഇരിക്കുക. അപ്പോൾ ആദർശ് വീട്ടിലേക്ക് കയറി വന്നു. നയനയുടെ ഒരിക്കലും ഇല്ലാത്ത ചിരിയും സന്തോഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിനക്ക് എന്താ പറ്റി, നീ എന്ത് സ്വപ്നം കാണുകയാണെന്ന് ചോദിച്ചു. ഒന്നുമില്ല. അല്ല, നീ ഇന്ന് കാവിൽ പോയില്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പോയി ആദർശേട്ടാ. മുഖത്തെല്ലാം സന്തോഷമുണ്ടല്ലോ, നല്ല വെട്ടം വീണതുപോലെയാണല്ലോ എന്ന് ആദർശ് ഇങ്ങനെ പറയുമ്പോൾ, അതെ ഭയങ്കര വെയിലല്ലേ, ചിലപ്പോൾ അതിൻ്റെ വെളിച്ചമായിരിക്കുമെന്ന് നയന. എന്തായാലും നീ കാവിൽ പോയതുകൊണ്ട് ഗുണം ഉണ്ടായി കേട്ടോ എന്ന് ആദർശ് പറയാം. നമ്മൾ തേടുന്ന ആളും നമ്മളും തമ്മിലുള്ള അകലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ആദർശ്. പിന്നെ സേവിയറിൻ്റെ കമ്പ്യൂട്ടറിലെ ആളിൻ്റെ ഫേസ് തെളിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നു. ഇത് കേട്ട നയന ഇങ്ങനെ നോക്കി നിൽക്കുക. ചെറിയ പരിചയമുള്ളൊരു മുഖമാണ് നമ്മുടെ എതിരാളിയുടെ എന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ ഫേസ് ക്ലിയർ ആണല്ലോ അല്ലേ ആദർശേട്ടാ. അപ്പോൾ സേവിയറിന് തെറ്റില്ല. പോലീസുകാർ പോലും അവൻ്റെ സഹായം തേടാറുള്ളതാ. ഒരു ചെറിയ ഹിൻഡ് കൊടുത്താൽ മതി, തെറ്റാതെ ആളെ വരച്ചെടുക്കുന്നവനാണ് സേവിയർ. അതിലെ അവൻ മിടുക്കനാണെന്നുള്ള കാര്യവും പറഞ്ഞു. പക്ഷേ
ഈ പറയുന്ന ആളെ എങ്ങനെയാണ് എവിടെ വെച്ചാൽ കണ്ടതെന്നൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ആദർശ് പറയാം. ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റാഫായിട്ടിരുന്ന ആളാണെന്നൊക്കെ ഞാൻ ആലോചിച്ച് നോക്കി. അതായത് അഭിയെ നമ്മൾ പുറത്താക്കിയതുപോലെ, പക്ഷെ അങ്ങോട്ട് കിട്ടുന്നില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് പുറത്തു പോയ ആളാണെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നും ആദർശ് പറയാം. പക്ഷേ അത് ഞാൻ MD ആയതിനു ശേഷമല്ല, അങ്ങനെയെങ്കിൽ പെട്ടെന്ന് ആളെ പിടികിട്ടിയനെ എന്നും ആദർശ് പറയുക. ഇനി മുത്തശ്ശനുമായിട്ട് ഈ പറയുന്ന ആൾക്ക് എന്തെങ്കിലും ശത്രുത ഉണ്ടോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പം അങ്ങനെയെങ്കിൽ അത് മുത്തശ്ശനോട് ചോദിച്ചുകൂടെ എന്ന് ചോദിച്ചു നയന. അപ്പം അതങ്ങനെ ചോദിക്കും. മുത്തശ്ശൻ്റെ മുന്നിലേക്ക് ചെല്ലാൻ പറ്റുമോ? തൽക്കാലം എന്തായാലും ആ വഴിക്കൊന്നും പോകുന്നില്ല, ഞാൻ അയാളെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ആദർശേട്ടൻ പഴയ പാതയിലേക്ക് തിരിച്ചെത്തണമെന്ന് നയന ആദർശിനോട് പറയാം. അപ്പം എന്ന് വെച്ചാൽ അല്ല, നമ്മളിപ്പോൾ വലിയൊരു ഡീല് സ്വന്തമാക്കിയില്ലേ, വീണ്ടും നമുക്ക് വിജയങ്ങളുണ്ടാവും. എങ്കിലും നമ്മളിന്ന് നമ്പർ 1 അല്ലല്ലോ ആദർശേട്ടാ. ഇപ്പോൾ നമ്മൾ ജ്വല്ലറിക്ക് അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞപ്പം ഈ ഓണത്തോടെ അവരുടെ മുകളിൽ എത്തും ആദർശേട്ടാ, 100% എന്ന് ആദർശ ആത്മവിശ്വാസത്തോടെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് അനന്തപുരിയിലേക്ക് പോകാൻ പറ്റുമല്ലോ, നിനക്ക് അങ്ങോട്ട് പോകാൻ ധൃതിയായില്ലേ എന്ന് ആദർശ് ചോദിച്ചു. അപ്പം അതിനൊന്നും മിണ്ടിയില്ല. എത്ര വിജയങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും മുത്തശ്ശൻ തിരികെ വിളിക്കാതെ നമ്മൾ അങ്ങോട്ടേക്ക് പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശേട്ടൻ്റെ ഭാഗം ക്ലിയർ ആയി കഴിഞ്ഞാൽ മുത്തശ്ശൻ തിരികെ വിളിക്കുമെന്ന് നയന പറയാം. അപ്പോൾ അതിന് വന്നതിന് ശേഷമാണ് കമ്പനി മെച്ചപ്പെട്ടതെന്നാണ് മുത്തശ്ശൻ പറയുന്നത്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇനി മുത്തശ്ശൻ എന്നെപ്പറ്റി ചിന്തിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. മുത്തശ്ശൻ ചിന്തിക്കുന്നത് മുഴുവൻ നമ്മളെപ്പറ്റി മാത്രമാണ് ആദർശേട്ടാ എന്ന് മനസ്സിലന്നേരം നയന പറയുന്നു. നീ എന്നതാ ആലോചിച്ച് കൂട്ടണേ? എന്നതാ? ഒന്നുമില്ല ആദർശേട്ടാ, നമ്മൾ കരുതുന്നത് പോലെ ആയിരിക്കില്ല ആദർശേട്ടാ മറ്റുള്ളവരുടെ മനസ്സും സ്വഭാവവും ഒക്കെ. അത് നമ്മൾ തിരിച്ചറിയുന്നില്ലല്ലോ. പിന്നെ എന്തായാലും നമ്മൾ എക്സിൻ്റെ അടുത്ത് ഏതാണ്ട് എത്തിക്കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഇനി അപകടങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കണമെന്നും നയന പറയുക. പിന്നെ എതിരാളികൾ അത്രയും ശക്തരാണെന്ന് മനസ്സിലാക്കണം. ഡീല് നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ജ്വല്ലറിക്കാരും തിരയുന്നുണ്ടാവും എന്ന് പറയുമ്പം അതൊക്കെ അറിയാം. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആദർശാകത്തേക്ക് കയറിപ്പോയി. നയന അന്നേരം ഇങ്ങനെ പലതും ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നന്ദുവിനെ നമ്മുടെ അനി വിളിക്കുക. അങ്ങനെ അവർ ഫോണിൽ സംസാരിക്കുന്നു. നീ നോക്കിക്കോ, നീ തന്നെ നമ്മുടെ ബന്ധം ഇല്ലാണ്ടാക്കും, നീ ചുമ്മാ ഓരോ കോപ്രായം കാണിക്കുക എന്നൊക്കെ പറയുമ്പം എടി, അത് ഇന്നലെ രാത്രി മധുര സ്വപ്നങ്ങൾ കണ്ടോണ്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്. എന്നിട്ട് രാവിലെ വിളിച്ചപ്പോൾ എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം നെഗറ്റീവ് കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറഞ്ഞു, നടക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്ന് നന്ദു പറഞ്ഞു. അത്രത്തോളം നീ ഓവർ ആകുന്നുണ്ടെന്നും നന്ദു പറഞ്ഞപ്പം ഇന്നലെ ശരിക്കും പറഞ്ഞാൽ നീ ഒരുപാട് ആഗ്രഹിച്ചില്ലേ എന്നെ കാണാനെന്ന് ചോദിച്ചു. അപ്പം ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, നിന്നെപ്പോലെ തന്നെ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ആഗ്രഹങ്ങൾ നമ്മൾ കുറച്ചെങ്കിലും അടക്കിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ ആഗ്രഹിച്ചാലും ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ലെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് നന്ദു ഇങ്ങനെ ഫോണിൽ സംസാരിക്കാനായിട്ട്. നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഒരു വാക്ക് നീ എനിക്ക് തന്നിട്ടുണ്ട്, എന്നിട്ടത് ലംഘിക്കുന്നത് ശരിയാണോ എന്നൊക്കെ നന്ദു ചോദിക്കുമ്പോൾ നീ അതൊക്കെ വിട്ടുകളഞ്ഞ് രാവിലെ തന്നെ സ്നേഹത്തോടെ 2 വാക്ക് പറയാൻ നോക്കാനായിട്ട് അനി പറയാം. അപ്പോഴേക്കും നമ്മുടെ അവന്തിക അങ്ങോട്ടേക്ക് വന്നു. അവന്തിക വന്ന സമയത്ത് അവന്തിക വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ തൂത്തു നല്ലോടി ഇങ്ങനെ അവന്തിക വന്നു. ഗേൾ ഫ്രണ്ടാണോ അതോ ബോയ് ഫ്രണ്ടാണോ എന്ന് ചോദിക്കുമ്പം ആരായാലും നിനക്കെന്താന്ന് ചോദിച്ചു. അല്ല, ഞാൻ വന്നപ്പോഴേക്ക് ഫോൺ കട്ട് ചെയ്തേ, അപ്പം പിന്നെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നീ ഒന്ന് പോയേ എന്ന് അനി. നന്ദു ഒന്നും അല്ലല്ലോ അല്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പം ഇനി അമ്മയുടെ അടുത്തൊക്കെ പോയി പറഞ്ഞു കൊടുക്കുക ഞാൻ നന്ദുവിനോട് സംസാരിച്ചെന്ന്. വെറുതെ വീടിനകത്ത് വഴക്കുണ്ടാക്കരുത് കേട്ടോ എന്ന് അനി പറയുമ്പം അയ്യോ ഞാൻ അതിനൊന്നും പോകുന്നില്ലേ എന്നും പറഞ്ഞ അവന്തിക. പിന്നെ ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നതേ വേറൊരു കാര്യം പറയാനാണെന്ന് അവന്തിക അനിയോട് പറയണു. അനാമികയ്ക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്ത് നമുക്ക് കേസ് അങ്ങ് സെറ്റിൽ ചെയ്തുകൂടെ എന്ന് അവന്തിക അനിയോട് ചോദിക്കുക. ഡിവോഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പം അവൾക്ക് ക്യാഷ് കൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് അനി. എന്നേക്കാളും അത് ഇഷ്ടമല്ല മുത്തശ്ശനെന്നും അനി പറയുമ്പം നമുക്കിപ്പോൾ ക്യാഷ് ഒരു പ്രശ്നമൊന്നുമല്ലല്ലോ അനിയേട്ടാ, കേസിന് പോകുന്നതിനേക്കാളും നല്ലത് അവൾ ഒഴിവാക്കി വിടുന്നതല്ലേ എന്ന് അവന്തിക ഇങ്ങനെ അനിയോട് ചോദിക്കുമ്പം അനി ഇങ്ങനെ അത് കേട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സേ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.